ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ 10-12 കൊല്ലം ഈ സ്കൂളിൽ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ 90% കുട്ടികൾക്ക് അതുപോലെ തന്നെ 90% ഉണ്ടാവും അത് പഠിച്ചെടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത്, അതുപോലെ തന്നെ മറ്റുള്ള സംസാരിക്കാൻ നമുക്ക് കേട്ട മനസ്സിലാവാത്തത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തുള്ള ആ ഒരു രീതിയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ നോർത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പ് കൺട്രീസിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിലേക്കോ നമ്മൾ പോകുന്ന സമയത്ത് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം നമുക്കിത് സംസാരിക്കാനും കഴിയും, മറ്റുള്ള സംസാരിക്കുന്നത് മനസ്സിലാക്കാനും കഴിയും. ഇതെന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കണം. അതുപോലെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ നമുക്ക് ഒരു പീരീഡ് ഹിന്ദി അതുപോലെ ഒരു പീരീഡ് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കൽ മാത്രം, പക്ഷെ അതിന് എക്സാം ഒന്നും വെക്കാതെ സാധാരണ എല്ലാം സംസാരിക്കുക, എല്ലാ സ്റ്റുഡൻസും സംസാരിക്കുക. പിന്നെ സാധാരണ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ വേറെ സബ്ജക്റ്റ് അവിടെ ഉണ്ടാകട്ടെ, പക്ഷെ അതല്ലാതെ ഇംഗ്ലീഷ് ഒരു പീരീഡ് ഹിന്ദി ഒരു പീരീഡ് വെറും സംസാരം, ഫ്രീ ആയിട്ട് സംസാരിക്കുക, എക്സാമൊന്നുമില്ല. അപ്പോൾ സ്റ്റുഡൻസിന് ഒന്നുകൂടി ഇപ്പോൾ എന്താ വെച്ചാൽ എത്ര പഠിക്കാത്ത എത്ര കുട്ടിയാണെങ്കിലും ശരി, വേറെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് 1 വർഷം കൊണ്ട് ഇവൻ പഠിക്കുന്നുണ്ടല്ലോ, ആരായാലും പഠിച്ചു പോകും. അതെന്താ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ. അതേമാതിരി നമ്മൾ എക്സാമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വിടുക. അങ്ങനെ നമ്മൾ 10-12 കൊല്ലം കൊണ്ട് അത്രയും വേണ്ടിവരില്ല ഫ്ലുവൻ്റായി സംസാരിക്കണം, അതുപോലെ സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാവണം. എൻ്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ.